ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അതിനു വേണ്ട ചേരുവകൾ: ചിക്കൻ 1 കിലോ, സവാള വലിയ 3 അരിഞ്ഞത്, കടുക് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1 കപ്പ്, ഇഞ്ചി 1 മീഡിയം പീസ്, വെളുത്തുള്ളി 5 പച്ചമുളക് 3 തക്കാളി വലിയ 1, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, കറിവേപ്പില. ഇനി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ചൂടായ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം അതിലോട്ട് കടുക് ചേർക്കുക. കടുക് പൊട്ടിയ ശേഷം സവാള ചേർക്കുക. ഈ സവാള ട്രാൻസ്പെറന്റ് ആവുന്ന വരെ ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കുക. അങ്ങനെ നമ്മളുടെ സവാള ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഇളക്കാം. തക്കാളി മാഷ് ആയതിനു ശേഷം ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് ഒന്നും കൂടി ഇളക്കാം. അതിനുശേഷം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കുക. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. പൊടികളെല്ലാം കൂടി നന്നായി മൂത്തതിന് ശേഷം ചിക്കനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി തുടങ്ങിയവ അരച്ച് ചേർക്കുക. ഇതിലോട്ട് കുരുമുളകും കൂടി ചേർക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കുക. മൂടി വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റോളം വേവിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ടതാണ്. ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഇളക്കുക. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.